നമസ്കാരം. മനുഷ്യൻ്റെ എപ്പോഴും ഉള്ള ഒരു ക്വസ്റ്റ് അല്ലെങ്കിൽ എപ്പോഴും മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആയുർദൈർഘ്യം കൂട്ടുക. രോഗാവസ്ഥകളിൽ നിന്ന് ഒഴിവായി ആയുർദൈർഘ്യം കൂട്ടുക എന്നുള്ളതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി. അപ്പം ഇത്തരത്തിൽ ആയുർദൈർഘ്യം കൂടിയ ചില സ്ഥലങ്ങളുണ്ട്. സാധാരണ ആൾക്കാർ 90, 95, 100 വരെയൊക്കെ വളരെ സുഖമായിട്ട് ജീവിക്കുന്ന, സന്തോഷമായിട്ട് ജീവിക്കുന്ന ചില സ്ഥലങ്ങൾ, ഭൂപ്രദേശങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. അത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞ ഒക്കിനാവ ജപ്പാനിലെ ഒരു ദ്വീപാണ്. അതുപോലെ തന്നെ ഇറ്റലിയിലെ ഒരു സ്ഥലമായ സാർഡീനിയ, അതുപോലെ കോസ്റ്ററീക്കയിലെ ഒരു സ്ഥലം. ഇവയൊക്കെ ഈ ബ്ലൂ സോൺസിൽ ഉൾപ്പെടും. ബ്ലൂ സോൺ എന്ന് പറയാൻ കാര്യം വളരെ ആയുർദൈർഘ്യം കൂടിയ, സന്തോഷമായിട്ട് രോഗാവസ്ഥകൾ കുറഞ്ഞ സ്ഥലങ്ങൾ. അപ്പോൾ ഈ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, എന്താണ് ഇവരുടെ ആയുർദൈർഘ്യത്തിൻ്റെ രഹസ്യമെന്ന് നമ്മൾ തിരഞ്ഞു ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആഹാരം വളരെ മിതമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. മിതമായിട്ടാണ്. അതുകൂടാതെ തവണകൾ വളരെ കുറവാണ്. ആഹാരത്തിൻ്റെ തവണ വളരെ കുറവാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉറക്കം, പിന്നെ അവർ കഴിക്കുന്ന ആഹാരം മിക്കതും അവരവരുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സംഗതികളാണ്. അപ്പോൾ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുക, ആഹാരത്തിൽ മിതത്വം പാലിക്കുക, ആഹാരത്തിൻ്റെ തവണകൾ കുറയ്ക്കുക. ചില സ്ഥലങ്ങളിൽ അല്പം മദ്യത്തിൻ്റെ ഉപയോഗം അതെല്ലാവരും തന്നെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതല്ല ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ എല്ലായിടത്തും പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില സംഗതികൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം, പല ജീവിതശൈലി രോഗങ്ങളും ഒരു ആയുർദൈർഘ്യം കുറയാൻ മാത്രം തന്നെ ഉണ്ടാകുന്ന രോഗങ്ങളും ആഹാരത്തിലെ മിതത്വമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അമിത ഊർജമടങ്ങിയ, അമിതമായിട്ട് അന്നജമടങ്ങിയ, അമിതമായിട്ട് ഗ്ലൂക്കോസ് അടങ്ങിയ, പഞ്ചസാര അടങ്ങിയ ഒക്കെ ആഹാരം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ആ ഊർജത്തിനെ വിനിയോഗിക്കത്തക്ക വ്യായാമം ഒട്ട് നമ്മുടെ ശരീരത്തിന് ഇല്ലതാനും. ഈ അവസ്ഥയിലാണ് നമുക്ക് രോഗാതുരമായിട്ടുള്ള ഒരു സമൂഹം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ ഇത്തരത്തിലെ ബ്ലൂ സോണിലെ ആൾക്കാരിൽ നിന്ന് നമ്മൾ ചിലത് പഠിക്കേണ്ടതുണ്ട്. ഒരു കിച്ചൺ ഗാർഡൻ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം നമുക്ക് ആവശ്യമായ സംഗതികൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക, ആഹാരത്തിൽ മിതത്വം പാലിക്കുക, ആവശ്യത്തിന് ഉറക്കമുണ്ടാകുക, മാനസിക പിരിമുറുക്കം ഏറ്റവും കുറച്ച് നിർത്തുക എന്നുള്ളതാണ് ആയുർദൈർഘ്യം കൂട്ടാനും അതുപോലെ തന്നെ ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ സ്ഥലങ്ങളെയാണ് നമ്മൾ ബ്ലൂ സോൺസ് എന്ന് വിളിക്കുന്നത്. താങ്ക് യു.